ഫോട്ടോകൾ തിരഞ്ഞെടുക്കുമ്പം അതിന് ചില പ്രത്യേകതകളുണ്ട്. ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ വീടുകളിൽ വച്ച് ആരാധിക്കരുത്. ശിവന് പാർവതി ഇല്ലാത്തൊരു ശക്തിയില്ല. ശിവശക്തി, അതായത് ശിവനും പാർവതിയും കൂടി ചേരുമ്പോഴാണ് ആ പൂർണ്ണത രൂപം വരുന്നത്. പൂജാമുറിയും മൂർത്തിഭാവവും. ശ്രീ രാജേന്ദ്ര ബാബു സർ, ABC മലയാളത്തിൽ സ്വാഗതം. നമസ്കാരം. ഒരുപാട് ഗൃഹനിർമ്മാണത്തിനും അതുപോലെ തന്നെ അവരുടെ വാസ്തുപരമായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അറിയേണ്ടതെന്ന് വെച്ചാൽ ഒരു പൂജാമുറി സ്ഥാപിക്കുന്നതിൽ നിന്നും അതിൽ എന്തൊക്കെ മൂർത്തികൾ നമുക്കവിടെ സ്ഥാപിക്കാൻ പറ്റും, എന്തൊക്കെ മൂർത്തികൾ നമ്മൾ പൂജ ചെയ്യാൻ പറ്റും എന്നൊക്കെ വാസ്തുപരമായ രീതിയിൽ എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വീടുകൾ വയ്ക്കുന്ന കൂട്ടത്തിൽ ഒത്തിരി ആൾക്കാർ പൂജാമുറി വെച്ച് കാണുന്നുണ്ട്. കുറച്ച് നാളായിട്ട് അതില്ലായിരുന്നു. പൂജാമുറി ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസങ്ങളുണ്ടാണ്. അതെ, കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പൂജാമുറിയേക്കാൾ ഉപരി ഒരു വിളക്ക് കത്തിക്കുന്ന ഏരിയ അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങളാണ് കൂടുതൽ വീടുകളിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ആരാധിക്കുക അല്ലെങ്കിൽ മൂർത്തികളെ ചെയ്യുന്ന ഉപാസന ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ദൈവസങ്കല്പം. അതിൽ ചില സ്ഥലങ്ങളിൽ പൂജാമുറി തെറ്റായ രീതിയിൽ കന്നിമൂലയിലോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തോ കൊണ്ടുവയ്ക്കും. കിഴക്കോട്ട് ദർശനം അല്ലേന്ന് ചോദിക്കും. അല്ല, പൂജാമുറിക്ക് ഏറ്റവും ഉത്തമമായ സ്ഥാനം വടക്ക് കിഴക്കും കിഴക്കുമാണ്. പൂജാമുറി വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുകയാണ്. അതാണ് പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ പൂജാമുറി അഥവാ വച്ച് നമ്മൾ ഇത്തിരി അങ്ങോട്ട് മാറി വച്ചു എന്ന് വെച്ച് തെറ്റൊന്നുമില്ല. പക്ഷേ അവിടെ ഉപയോഗിക്കുന്ന മൂർത്തികൾ, ഇപ്പം ഞാൻ നേരത്തെ ഒരിക്കൽ ശിവൻ്റെ സങ്കല്പം സൂചിപ്പിച്ചിരുന്നു. ഗണപതി തന്നെ പല രൂപത്തിലുണ്ട്. ഇടത്ത് തുമ്പി, വലത്ത് തുമ്പിക്കൈ, ഇങ്ങനെ പിടിക്കുന്നതൊക്കെ ഉണ്ട്. ഇടത് തുമ്പിക്കൈയുള്ള ഗണപതിയാണ് നമ്മൾ വീടുകളിൽ വച്ച് ആരാധിക്കാനും പൂജിക്കാനും ഏറ്റവും നല്ലത്. തുമ്പിക്കൈ ഇടത്തോട്ട് പോകുന്നു, വലത്തോട്ട് തുമ്പിക്കൈ വരുമ്പോൾ അത് പൂജകൻ, അതായത് പൂജാരിക്കുള്ള, ഇന്നും പൂജ കൊടുക്കുന്ന ആൾക്കുള്ള. നമ്മൾ പലരും ഫോട്ടോയൊന്നും നോക്കാതെ പല ക്ഷേത്രങ്ങളിലും പോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഇവിടെ ചെന്നിട്ട് ഫോട്ടോയോ പ്രതിമയൊക്കെ മേടിച്ചുകൊണ്ട് വരും. ഇത് വച്ച് കഴിയുമ്പോൾ ചിലപ്പം ഗണപതിയെ കൊണ്ട് വച്ചിട്ട് പോലും പ്രശ്നമാണല്ലോ. ഈ ഗണപതി വലത്തോട്ട് തുമ്പിക്കൈയുള്ളതാണ്. അവർക്ക് ദിവസവും നൈവേദ്യം വേണം. നൈവേദ്യം കൊടുക്കാനായിട്ട് നമ്മൾ തുനിഞ്ഞിറങ്ങണം. ശരി. പിന്നെ നരസിംഹമൂർത്തിയുടെ ഫോട്ടോ വീടുകളിൽ വയ്ക്കാം, നല്ലതാണ്. പക്ഷേ അതുപോലെ ആരാധിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം. അതല്ലാമെന്നുണ്ടെങ്കിൽ തിരിച്ചിരിക്കും. നമ്മൾ ശരിക്കും നരസിംഹമൂർത്തി എല്ലാം മഹാവിഷ്ണുവാണ്. ഒരു മഹാവിഷ്ണു അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വെച്ചാൽ ഹിന്ദു ഭവനങ്ങളിൽ തൽക്കാലം വേറൊന്നും വേണ്ട. കാരണം അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ്റെ ഫോട്ടോ വയ്ക്കാം. രാധയും കൃഷ്ണനും കൂടി വീട്ടിൽ വെക്കാറില്ല. എന്നാൽ രാധയും ശിവനും പാർവതിയും കൂടിയുള്ള ഫോട്ടോ വയ്ക്കാറുണ്ട്. ശിവനും കുടുംബമായിട്ടിരിക്കുന്ന ഫോട്ടോ വയ്ക്കാറുണ്ട്. ഇതൊക്കെ നല്ലതാണ്. നമുക്ക് രാവിലെ എണീറ്റ് കണി കാണുവാൻ ഏറ്റവും നല്ലതാണ് ഗണപതിയും മഹാലക്ഷ്മിയും ശിവകുടുംബവും മഹാവിഷ്ണു. ഇത് നമുക്ക് എന്നും വീട്ടിൽ നല്ലത് ഉണ്ടാക്കി തരും. പിന്നെ ഇത് കൂടാണ്ട് പൂജാമുറി ഇല്ലാത്തവർ ഇത് തെറ്റായ രീതിയിൽ ചില കോണിച്ചോട്ടിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്തോ കൊണ്ടു വച്ചിട്ട് വിളക്ക് കത്തിക്കുന്നതാണ്. ഇതൊന്നും വേണ്ട. ഇത് ഒരു സ്ഥലത്ത് അങ്ങനെ നമ്മൾ ബാത്റൂമൊന്നും ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് പൂജ ചെയ്യാം. അതിനകത്തൊന്നും കുഴപ്പമില്ല. പക്ഷെ പൂജാമുറി വെച്ചിട്ടാണെങ്കിൽ പിന്നെ എല്ലാം പൂജാമുറി തന്നെ വയ്ക്കാം. ഫോട്ടോകൾ തിരഞ്ഞെടുക്കുമ്പം അതിന് ചില പ്രത്യേകതകളുണ്ട്. ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ വീടുകളിൽ വച്ച് ആരാധിക്കരുത്. ഹനുമാൻ സ്വാമിക്ക് നിങ്ങൾ ആരാധിക്കണമെങ്കിൽ അടുത്തുള്ള അമ്പലങ്ങളിൽ എവിടെയെങ്കിലും പോയിട്ട് ആരാധിക്കും. കാരണം ഹനുമാൻ സ്വാമി പെട്ടെന്ന് വരം തരും, പെട്ടെന്ന് ചെയ്യും. പക്ഷേ വീടുകളിലുള്ള അശുദ്ധി, അതുപോലെ വീടുകളിൽ നമ്മൾ എല്ലാം ദേവാലയമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ. ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നമുക്ക് നമ്മുടേതായ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇത് ഈ ഹനുമാൻ സ്വാമി എന്ന് പറയുന്ന അദ്ദേഹം വളരെ ശുദ്ധി വൃത്തി എല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. ചിരഞ്ജീവിയാണ്. അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കണം. കാത്തു സൂക്ഷിച്ചാൽ അതുപോലെ തന്നെ ഇങ്ങോട്ട് റിസൾട്ട് തരും, പെട്ടെന്ന് തരും. അതുപോലെ ഭദ്രകാളിയെ ഉപാസിക്കുന്നവരാണ് വീട്ടിൽ വയ്ക്കണം. അല്ലാതെയുള്ളവർ വീട്ടിൽ വയ്ക്കാറില്ല. ഇത് നമ്മൾ കണ്ടു ഭംഗി ഇഷ്ടപ്പെട്ടു കൊടുങ്ങല്ലൂർ പോയി ഒരു ഫോട്ടോ കണ്ട് അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചു. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ നല്ലപോലെ ഉപകാരം ചെയ്യും. നമ്മളെല്ലാ വീട്ടുകാരും പോയിട്ട് എല്ലാ ഫോട്ടോയും വെച്ചുകൊണ്ട് വയ്ക്കേണ്ട കാര്യമില്ല. പറ്റുമെങ്കിൽ 1, 2, 3 ഫോട്ടോയൊക്കെ മാത്രം വയ്ക്കുക.
അതായത് നമ്മൾ ഈശ്വരാരാധന എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ ഏത് ജാതിക്കായാലും ഏത് മതസ്ഥനായാലും മൂർത്തിനെ അല്ലെങ്കിൽ ഏത് ഭാവത്തെയാണ് നമ്മൾ ഉപാസിക്കുക എന്ന് വെച്ചാൽ സാത്വിക ഭാവത്തെ ഉപാസിക്കുന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ലത്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ചില ഗ്രഹങ്ങളിൽ ഞാൻ കണ്ടത് ശിവൻ ധ്യാനിക്കുന്ന ഫോട്ടോസ്. ധ്യാനിക്കുന്ന ശിവൻ വീട്ടിൽ തെറ്റാണ്. ധ്യാനം ശിവന് വേറെ സ്ഥലത്താണ്, അത് പറ്റില്ല. ശിവൻ കുടുംബമായിട്ട് നിൽക്കുമ്പോൾ ശിവന് പാർവതി ഇല്ലാത്തൊരു ശക്തിയില്ല. ശിവശക്തി, അതായത് ശിവന് പാർവതിയും കൂടി ചേരുമ്പോഴാണ് ആ പൂർണ്ണത വരുന്നത്. അതല്ല, ഭഗവാൻ പല തരത്തിലുള്ള വഴികളിലൂടെ പോയിട്ടുണ്ട്. പാർവതി എല്ലായിടത്തും പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായതാണ് കുട്ടിച്ചാത്തൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. കോളിബാഗയുടെ പുറകെ പോയി, കാട്ടാളശ്രീയായ കോളിബാഗയുടെ പുറകെ പോയിട്ട് ശിവൻ അവരിലുണ്ടായ കുട്ടിയാണ് ഈ വിഷ്ണുമായ ചാത്തന്മാർ. പക്ഷെ അത് പാർവതി തന്നെ രൂപം മാറി കോളിബാഗയായിട്ട് മാറി സംയോഗത്തിൽ ഉണ്ടായത്, അതൊക്കെ പിന്നെ വേറെ കഥ. എന്നാലും മഹാദേവൻ കുടുംബമായിട്ട് നിൽക്കുന്ന ഫോട്ടോയാണ് വീട്ടിൽ വയ്ക്കാൻ ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ നേരത്തെ ഗണപതിയുടെ തുമ്പിക്കയുടെ ഇത് പറഞ്ഞു, വാഹനങ്ങളിൽ പലപ്പോഴും ഗണപതിയുടെ ഫോട്ടോസ് വെക്കാറുണ്ട്. അപ്പം അതിന് എങ്ങനെയാണ് നിർദ്ദേശം? എല്ലായിടത്തും ഇടത് തുമ്പിക്കൈയുള്ളതാണ് നല്ലത്. ഇടത് വശത്തെ വാഹനത്തിലേക്കായ എല്ലായിടത്തും ഗണപതി വാഹനത്തിൽ ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളാണ്, തകർച്ചയാണ്, സമ്പത്തില്ല, ആൾക്കാർക്ക് ആ പൈസ കൊടുക്കാണ്ട് ഇന്നും ആൾക്കാർ വീട്ടിലേക്ക് കയറി വരിക, അല്ലെങ്കിൽ ബാങ്കുകാർ നോട്ടീസ് അയക്കാം. നിങ്ങളൊരു ഗണപതിയുടെ ഫോട്ടോ എടുത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച്, ഡോറിൽ ഒട്ടിക്കണം. ഫ്രണ്ടിൽ പുറത്തേക്ക് നോക്കി ഒട്ടിച്ചു കഴിഞ്ഞാൽ വലിയ ഫോട്ടോ ഒന്നും മേടിക്കണ്ട. ഈ വരുന്ന ആൾക്കാരുടെ എണ്ണം ദിനം പ്രതി കുറയും. കാരണം നമുക്ക് വേണ്ടത് പുള്ളി തടഞ്ഞു, വിഘ്നേശ്വരൻ നമ്മളെ രക്ഷിക്കും, കാത്തു രക്ഷിക്കും. വിഘ്നേശ്വരൻ കാത്തു രക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുത്തനും അങ്ങോട്ട് കയറാനും പറ്റില്ല, നമ്മളൊന്നും ചെയ്യാനും പറ്റില്ല. അത് വിഘ്നേശ്വരൻ്റെ ഒരു കഴിവാണ്. ഈ മൂർത്തിഭാവം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പല വീടുകളിൽ ഞാൻ കാണാനിടയായിട്ടുണ്ട് ഈ മയിൽപ്പീലി കാത്തു സൂക്ഷിക്കുന്നത്, മയിൽപ്പീലി വെക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? കുട്ടികൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മയിൽപ്പീലി എടുത്ത് പുസ്തകത്തിനകത്ത് വെച്ചിട്ട് മയിൽപ്പീലി വെച്ചാൽ ഇരട്ടിക്കും, സാറ് തല്ലുമില്ല. മയിൽപ്പീലി വീട്ടിൽ ധനവർദ്ധനവിന് നല്ലൊരു സംഭവമാണ്. അപ്പോൾ ശരിയാണ്, കൃഷ്ണന്റെ തലയിൽ വെച്ച് തിരികെ വെച്ചിരിക്കുന്ന ഒരു പീലിയാണ്. ഈ പീലി നമ്മളെല്ലാം കരുതിയേക്കുന്ന സുബ്രഹ്മണ്യന് മാത്രമുള്ളത്. മയിൽപ്പീലിയായിട്ട് പഴനിക്കൊക്കെ പോകുന്നതാണ്. ഈ മയിൽപ്പീലി നമ്മുടെ വീടുകളിൽ 7 എണ്ണം വരെ വയ്ക്കാം. 7 എണ്ണം, 3 എണ്ണമാണ് പല വീടുകളിലും പല ഓഫീസുകളിലും വെച്ചിരിക്കുന്നത്. ആർക്കും അറിയില്ല എന്തിനാണ് ഭംഗിക്ക് വെച്ചിരിക്കുകയാണ്. മയിൽപ്പീലി വളരെ പോസിറ്റീവായിട്ട് വളരെ നല്ലതായിട്ട് നമ്മുടെ വീടുകളെ കാത്തു സൂക്ഷിക്കുന്ന സംഭവം. ഞാൻ ഇതിനിടയ്ക്ക് പറശ്ശിനിക്കടവ്, നമ്മൾ കണ്ണൂർ പറശ്ശിനിക്കടവ് പോകാനിടയുണ്ടായി. അപ്പം അവിടെ ഞാൻ കണ്ടത് ഒരു ഫ്രെയിമിൽ ശിവനുണ്ടാവും, സരസ്വതി ഉണ്ടാവും, മുത്തപ്പനുണ്ടാവും. ഈ 3 രൂപം, ശിവൻ അതിൽ ഒറ്റയ്ക്കാണ് ഉണ്ടാവുക, പ്രാർത്ഥിക്കുന്ന ഒരു ഇതിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫോട്ടോ നമുക്ക് വെക്കാൻ പറ്റും ഫ്രെയിമിൽ. കാരണം അതിൽ ശിവൻ ഒറ്റയ്ക്കാണ്, സരസ്വതി ലക്ഷ്മി ഉണ്ടാവും, മുത്തപ്പനും തിരുവപ്പനും ഉണ്ടാവും. അങ്ങനെ ഒരു ഫ്രെയിം നമുക്ക് വെക്കാൻ കുഴപ്പമില്ല. ശിവൻ ധ്യാനിച്ചിരിപ്പുണ്ടോയെന്ന് മാത്രം നോക്കിയാൽ അതിനകത്ത് ശിവൻ വളരെ പ്ലസൻ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ശിവനെ ഒറ്റയ്ക്ക് ഇരുത്തരുത്. വളരെ സന്തോഷം. ഒരു മിസ്കൺസെപ്ഷൻ ആയിരുന്നു മൂർത്തികളെക്കുറിച്ച്, പൂജാ റൂമിൽ ഏതൊക്കെ മൂർത്തി വെക്കണം എന്നുള്ളതൊക്കെ. ആ ഒരു സംശയമാണ് ഇപ്പോൾ ഇവിടെ സാർ പറഞ്ഞു തന്നത്. സന്തോഷം, നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.